ഇപ്പൊ ഞാൻ ഇവിടുത്തെ എന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചതും എന്റെ അമ്മയെക്കുറിച്ചാ. ഒരു മകൾ നഷ്ടപ്പെട്ട അമ്മയാണ് മാഡം. ഞാനൊരമ്മ നഷ്ടപ്പെട്ട അമ്മയെ അറിയാത്ത മോളും. അപ്പോ എന്റെ വിഷമം മാഡത്തിന് മനസ്സിലാവുമല്ലോ. മാഡം, സിദ്ധാർത്ഥൻ എന്ന ആളുമായി ഏറ്റവും അടുപ്പമുള്ള 2 പേരാണ് മാഡവും ബലരാമൻ സാറും. ബലരാമൻ സാറിനോട് മാഡം ഒന്ന് പറയണം, കൂട്ടുകാരനോട് സംസാരിക്കാൻ. എന്റെ അമ്മയെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചറിയാൻ. എനിക്കെന്റെ അമ്മയൊന്ന് കണ്ടാൽ മാത്രം മതി. ഞാൻ പിന്നെ ആ ചന്ദ്രോത്തേക്കേ ചെല്ലില്ല. കുട്ടി പറയുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. എന്തായാലും ഞാൻ ബാലുവിനോട് സംസാരിക്കാം. ബാലു സിദ്ധുവിനോട് കാര്യങ്ങൾ തിരക്കട്ടെ. ഇത്തരം ഒരു വിഷയമായതുകൊണ്ട് തിരക്കാന്നേ പറയാൻ പറ്റുന്നുള്ളൂ. 100% ഉറപ്പൊന്നും തരാൻ പറ്റില്ല. അതെനിക്കറിയാം. പക്ഷേ മാഡവും സാറും ശ്രമിച്ച 100% വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ മാഡം, ദൈവമായിട്ടാ സാറിനെയും മാഡത്തെയും എന്റെ മുന്നിൽ കൊണ്ടുവന്നത്. കുട്ടി സമാധാനമായിട്ടിരിക്കെ. നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഗുഡ് നൈറ്റ് മാഡം. ഗുഡ് നൈറ്റ്. ബാലു, എന്താ ചന്ദ്രേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടരുത്. ചന്ദ്രേ, സിദ്ധുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കിപ്പോ സംസാരിക്കണ്ട. അത് തന്നെ വേണം ഇപ്പൊ സംസാരിക്കാൻ. കാരണം സിദ്ധുവിന്റെ ആ പ്രശ്നത്തിന് ശേഷം ബാലു സന്തോഷമായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ചിന്തയും വിഷമോ. ഒരു കൂട്ടുകാരന് വേണ്ടി വിഷമിക്കുന്നതൊക്കെ നല്ലത് തന്നെയാ. പക്ഷെ ബാലു, എനിക്ക് ആ തനുജയുടെ വിഷമം മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറുന്നില്ല. ഇപ്പതാ അവള് ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോ ആ കുട്ടിയുടെ കൂടുതൽ അടുപ്പം തോന്നുക. തനുജ വിളിച്ചായിരുന്നോ? ആ, വിളിച്ചു. ഞങ്ങള് കുറെ നേരം സംസാരിച്ചു. താൻ എന്തിനാ കോളൊക്കെ അറ്റൻഡ് ചെയ്യുന്നേ? താൻ ഇതിലൊന്നും ഇടപെടണ്ട ചന്ദ്രേ. ഞാൻ ഇടപെടുന്നില്ല, പക്ഷെ ബാലു ഇടപെടണം. ബാലുവിനറിയാം തനുജയുടെ അമ്മ ആരാന്ന്, അല്ലേ? ആ, കണ്ടോ? ഞെട്ടിയത് കണ്ടോ? അപ്പോ ബാലുവിനറിയാം. എനിക്ക് എങ്ങനെ അറിയാനാ? സിദ്ധുവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ ബാലു. സിദ്ധുവിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ബാലുവിനറിയാം. തീർച്ചയായിട്ടും സിദ്ധുവിന്റെ കാമുകിയെക്കുറിച്ചും അറിയായിരിക്കും. ഇല്ല ചന്ദ്ര, എനിക്കറിയില്ല. കള്ളം പറയണ്ട. സിദ്ധുവിനൊരു കാമുകി ഉണ്ടായിരുന്നെങ്കിൽ അതാരാണെന്ന് ഉറപ്പായിട്ടും ബാലുവിന് അറിയായിരിക്കും. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ ചന്ദ്ര? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ കയറ്റി മറ്റുള്ളവരുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ജീവിതത്തിൽ നമുക്ക് പല വിഷമങ്ങളുണ്ടാവും. അതെല്ലാത്തിനും കൂടെ കൊണ്ടുനടക്കണം. എന്തിനാ? എല്ലാരെയും നമുക്ക് സഹായിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോന്ന് ചെയ്യാനായിട്ട്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.